നിത്യജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ചില വിലപ്പെട്ട സൂചനകളും ഉറുമ്പുകളും നമുക്ക് ശാസ്ത്രപ്രകാരം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തിരിച്ചറിയാൻ ഗ്രഹത്തിലേക്ക് വരാൻ പോകുന്ന പല വിശേഷ സംഭവങ്ങളെയും പറ്റി മുന്നറിയിപ്പ് തരുന്നതാണ് ഈ പറഞ്ഞ കറുത്ത. ഇങ്ങനെയൊരു അവസ്ഥയില് അല്പം പോലും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഈ ചുവന്ന ചെറിയ ഉറുമ്പുകളെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടതാണ്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പുകൾ വരാറുണ്ട് അല്ലെ? ഉറുമ്പുകൾ ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ ഉറുമ്പുകളും ദോഷകാരിയല്ല. എന്നാൽ ഈ കൂട്ടത്തില് ചില ഉറുമ്പുകൾ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഉറുമ്പുകൾ ഗുണഫലങ്ങളും നൽകുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നിത്യജീവിതത്തില് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ചില വിലപ്പെട്ട സൂചനകളും ഉറുമ്പുകൾ നമുക്ക് തരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് പറയാൻ സാധിക്കുന്നത് ലക്ഷണശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അധികം അകലെയല്ലാതെ സംഭവിക്കാൻ പോകുന്ന ചില ആകസ്മിക കാര്യങ്ങളിലേക്ക് നമുക്ക് സൂചന തരികയാണ് ഈ ജീവികൾ ചെയ്യുന്നത്. വാസ്തവത്തില് ഇങ്ങനെയുള്ള ഒരു കഴിവ്, അതായത് അന്തരീക്ഷത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് കാക്ക, മൈന തുടങ്ങിയ പക്ഷികൾക്കും ആട്, പശു തുടങ്ങിയ മൃഗങ്ങൾക്കും തവളയെ പോലുള്ള ഉരകവർഗത്തിൽപ്പെട്ട ചില ജീവികൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണിത്. പക്ഷെ ഇവയ്ക്ക് സംസാരിക്കാൻ സാധ്യമല്ലെങ്കിലും സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇവയുടെ കരച്ചിലും ബഹളവും ഒക്കെ കാണുന്ന സമയത്ത് ലക്ഷണശാസ്ത്ര പ്രകാരം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാല് അതിശക്തമായിട്ടുള്ള മഴ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് പക്ഷിമൃഗാദികൾ നൽകുന്ന ഈ മുന്നറിയിപ്പുകള് ലക്ഷണശാസ്ത്രത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ലക്ഷണശാസ്ത്ര പ്രകാരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉറുമ്പുകള് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റി മുൻകൂട്ടി നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചെറിയ കറുത്ത ഉറുമ്പുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ? ആരെയും അത് കടിക്കില്ല. ഇങ്ങനെയുള്ള ഈ ഉറുമ്പുകൾ നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ കാണപ്പെടുകയാണെങ്കിൽ അത് ശുഭസൂചനകളാണ് നൽകുന്നത്. അതുപോലെ തന്നെ ചെറിയ ഈ കറുത്ത ഉറുമ്പ് യാതൊരുവിധ ദോഷവും ആ വീട്ടിൽ ചെയ്യില്ല എന്ന കാര്യം നിശ്ചയമാണ്. അത് മാത്രമല്ല, ആ ഗൃഹത്തിലേക്ക് വരാൻ പോകുന്ന പല വിശേഷ സംഭവങ്ങളെയും പറ്റി മുന്നറിയിപ്പ് തരുന്നതാണ് ഈ പറഞ്ഞ കറുത്ത ഉറുമ്പുകൾ. ഈ ഒരു ലക്ഷണശാസ്ത്രം വെച്ച് വീടിന്റെ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ മറ്റ് നിത്യോപയോഗ വസ്തുക്കളിലും ഈ പറഞ്ഞ കറുത്ത ഉറുമ്പുകളെ കാണുമ്പോൾ എന്താണ് ലക്ഷണശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് എന്ന് വഴിയെ പറയുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചുവന്ന ഉറുമ്പുകളെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഈ ചുവന്ന ഉറുമ്പിന്റെ പ്രത്യേകതകൾ എന്നത്? കറുത്ത ഉറുമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കറുത്ത ഉറുമ്പിന്റെ നേർ വിപരീതമാണ് ചുവന്ന ഉറുമ്പ്. നമ്മുടെ വീട്ടില് നേരത്തെ പറഞ്ഞ, അതായത് പൂജാമുറിയിലോ അടുക്കളയിലോ ഇതേ സ്ഥാനത്ത് ഇതേ വലിപ്പത്തിലുള്ള ചുവന്ന ചെറിയ കടിക്കുന്ന ഉറുമ്പുകളാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് എങ്കിൽ ഈ ഉറുമ്പുകളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇവ വളരെയധികം ദോഷകാരികളാണ്. ഇവയ്ക്കെതിരെ ഉറുമ്പ് പൊടിയോ മറ്റേ ലഭ്യമായിട്ടുള്ള ഉറുമ്പ് നിർമാർജന ലേപനങ്ങളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചുവന്ന ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് വീട്ടിൽ വന്നാല് ലക്ഷണശാസ്ത്ര പ്രകാരം സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള സാമ്പത്തിക പരാധീനതകളെക്കാൾ ഇരട്ടിയിലധികം സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവസ്ഥയില് അല്പം പോലും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഈ ചുവന്ന ചെറിയ ഉറുമ്പുകളെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടതാണ്. എന്നാൽ ഇതേ സ്ഥാനത്ത് തവിട്ട് നിറത്തിലോ കറുപ്പും കൂടി കലർന്ന ചിറകുള്ള ഉറുമ്പുകളാണ് കാണപ്പെടുന്നതെങ്കിൽ ഇവയെ പേടിക്കേണ്ട എന്ന് മാത്രമല്ല,
ഇവ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാൻ വന്നവയാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇവയെ യാതൊരു കാരണവശാലും ഉറുമ്പ് പൊടിയിട്ട് നശിപ്പിക്കരുത്. പകരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീര് ഉറുമ്പ് കൂട്ടങ്ങൾക്ക് മുകളിലായിട്ട് തളിക്കുക. പിന്നെ അവയുടെ ശല്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സമയത്ത് ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ശർക്കരയും സമം ചേർത്ത് എടുത്ത് ഈ ഉറുമ്പുകളുടെ മാളത്തിന് മുൻവശത്തായിട്ട്, അല്ലെങ്കിൽ ഉറുമ്പുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന് മുൻവശത്തായിട്ട് ഇട്ടുകൊടുത്താൽ മാത്രം മതി. പിന്നെ അവയുടെ ശല്യം കുറെ കാലത്തേക്ക് ഉണ്ടാവുന്നതല്ല. ലക്ഷണശാസ്ത്ര പ്രകാരം ഇത്തരം ചിറകുള്ള ഉറുമ്പുകൾ തരുന്ന മുന്നറിയിപ്പുകളായിട്ട് കണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുന്നത് ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ആശുപത്രി വാസമാണ്. എന്ന് വെച്ചാൽ നിലവിലെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂർച്ഛിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ സംജാതമാകുന്നതാണ്. ഇനി ഒരുപക്ഷെ കുടുംബത്തിൽ ആർക്കും ഇതുവരെ അസുഖങ്ങൾ ഇല്ല എങ്കിൽ തന്നെ ഉടനെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട തരത്തിലുള്ള ഒരു അസുഖം വരും എന്നാണ് ഇത് നൽകുന്ന സൂചന. ആയതിനാൽ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് പഴയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞ ചെറിയ കറുത്ത ഉറുമ്പുകൾ, അതായത് കടിക്കാത്ത ചെറിയ കറുത്ത ഉറുമ്പുകൾ വീടിന്റെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ കാണപ്പെട്ടാൽ എന്താണ് ഫലം എന്നാണ്. ലക്ഷണശാസ്ത്ര പ്രകാരം ധാന്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പാത്രങ്ങളിലോ പഞ്ചസാര പാത്രങ്ങളിലോ അതുപോലെ മറ്റ് ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള പാത്രങ്ങളിലോ ഈ പറഞ്ഞ കറുത്ത ഉറുമ്പിനെ കാണുകയാണെങ്കിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് അവ കാണിക്കുന്നത്. അതിനുദാഹരണമായിട്ട് പറഞ്ഞാൽ ജോലി സ്ഥലങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ആദരവ് ലഭിക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്ഥാനത്ത് വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനം പുരോഗതിയും ക്ലാസ്സിൽ ഒന്നാമതാകാനുള്ള അവസരവും അവർക്ക് കൈവരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഈ കറുത്ത ഉറുമ്പുകള് വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയിലാണ് കാണുന്നത് എങ്കിൽ ലക്ഷണശാസ്ത്ര പ്രകാരം പറയുന്നത് ആ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഇവിടെ അതിഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു കുട്ടി അവിടെ അടുത്തു തന്നെ ജനിക്കുന്നതാണ്, അല്ലെങ്കിൽ അധികം താമസിയാതെ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പുതിയ ഒരു ബന്ധു കാലെടുത്തു വെക്കുന്നതോടെയാണ്. ലക്ഷണശാസ്ത്ര പ്രകാരം അടുത്തതായിട്ട് പറയുന്നത്, ഫോട്ടോയിലോ പൂജാമുറിയിലോ ഈ പറയുന്ന കറുത്ത ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. സമൂഹത്തിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ ആ കുടുംബത്തിലെ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ അവസരം വന്നു ചേരും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല അതേ തുടർന്ന് ആ കുടുംബത്തിൽ സാമ്പത്തിക രംഗം അത്യുന്നതി പ്രാപിക്കുകയും കുടുംബാംഗങ്ങൾക്ക് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങി തിരിച്ചാലും ആ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടദൈവത്തിന്റെ ഒരു കരുതൽ അവർക്കുമേൽ ഉണ്ടാകുമെന്നാണ്. ഇനി അടുത്തതായിട്ട് ആഭരണങ്ങളോ പണമോ വെച്ചിരിക്കുന്ന ഷെൽഫില് ഈ ഒരു കറുത്ത ഉറുമ്പിനെ കാണുകയാണെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നൽകുന്ന സൂചന എന്ന് പറയുന്നത്, ഇത് ഇരട്ടിക്കും എന്നുള്ളതാണ്. അതിന് തക്കതായിട്ടുള്ള ഒരു മാർഗം നിങ്ങളെ തേടിയെത്തും. ജോലിയിൽ സ്ഥാനക്കയറ്റമോ അതുപോലെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലാഭമോ ഒക്കെ നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവാം, ചിലപ്പോൾ ഒരു മാസം കൊണ്ടാവാം, ചിലപ്പോൾ അതിൽ കൂടുതലും സമയമെടുത്തേക്കാം. എന്തായാലും സമ്പാദ്യം ഇരട്ടിക്കും എന്ന് തന്നെയാണ് ലക്ഷണശാസ്ത്രം ഈ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, വീടിന് മുകളിൽ തട്ടിന്റെ പുറത്ത് മച്ചിന് മുകളിലൊക്കെ ആയിട്ട് ഈ കറുത്ത ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ എന്താണ് ഫലം എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം. പല വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ അവസരം സംജാതമാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് കാതിന് കുളിർമയുള്ള നല്ല വാർത്തകൾ അടുത്ത ദിവസത്തിലായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കേൾക്കേണ്ടതായിട്ട് വരും. ആ കുടുംബത്തിലുള്ളവർക്ക് ശ്രവിക്കാൻ യോഗമുണ്ടാകും എന്നുള്ളതാണ്. ഇത്രയുമാണ് ചെറിയ കറുത്ത കടിക്കാത്ത ഉറുമ്പുകൾ നൽകുന്ന ശുഭസൂചനകളായിട്ട് ലക്ഷണശാസ്ത്രം കണക്കാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ചുവന്ന ചെറിയ കടിക്കുന്ന ഉറുമ്പുകളെ നമ്മുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ തുരത്തിയില്ല എന്നുണ്ടെങ്കിൽ
അതിനെ നമ്മൾ ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നുകൂടുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവയെ നമ്മുടെ വീട്ടിൽ കാണുന്നത് തന്നെ ദോഷകരമായിട്ടുള്ള ഒരു സൂചനയാണ്. അതായത് നമ്മുടെ കുടുംബത്തില് കഷ്ടകാലങ്ങൾ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ഉറുമ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാലും വെറും കൈയോടുകൂടി മടങ്ങേണ്ട ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. കുടുംബനാഥനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയും തോറും ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുക, എല്ലാ രീതിയിലുമുള്ള ഒരു തകർച്ചയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുവന്ന കടിക്കുന്ന ഉറുമ്പിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉറുമ്പുകളെ നമ്മുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ തുരത്താനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉറുമ്പുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ഇവ നൽകുന്ന സൂചനകൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.